ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ എന്ത് വിഷയം ഉണ്ടായാലും എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളുടെ പ്രഥമ ആവശ്യം ദൈവമായിട്ട് വരണം. അപ്പോഴാണ് ഈ ആധ്യാത്മിക പ്രബുദ്ധത വരണത്. പ്രഥമ ആവശ്യം ദൈവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ലായിരുന്നു ആൾക്കാരെ. പിന്നെ പിന്നെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞെച്ചാന്ന് പറഞ്ഞു. ചില സർക്കിൾ ഇൻസ്പെക്ടർമാരും ഗവൺമെൻറ് ഓഫീസർമാരും ഒക്കെ സാക്ഷ്യം പറയത്തില്ല. എന്താണ് അവരുടെ പ്രൊഫഷനിൽ ചെല്ലുമ്പോൾ അവർ മറ്റുള്ളവർ ഓഫീസർമാർ ചോദിക്കും, നീ പള്ളികളിൽ നിരങ്ങാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കും. അത് കാരണം അത് പേടിച്ചിട്ട് ഈ ഓഫീസർമാരും ചില ഡോക്ടർമാരും ഒന്നും സാക്ഷ്യം പറയത്തില്ല. അത് ദൈവത്തെക്കാൾ ഉപരി അവരുടെ ഓഫീസിലുള്ള ആൾക്കാരെ പേടിക്കുക. അതാണ് ഈ പ്രബുദ്ധതയുടെ കുഴപ്പമെന്ന് പറയണത്. ദൈവത്തെക്കാൾ ഉപരി ഓഫീസിലുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും. അതിൻ്റെ ഏറ്റവും ഗതികേട് വരുന്നത് ഒരിക്കൽ എനിക്കറിയാവുന്ന രണ്ട് പേര് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും എനിക്ക് അറിയത്തില്ലല്ല. അപ്പോൾ എനിക്കറിയാവുന്ന പറയുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഇടവകയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന് പല പ്രാവശ്യം കൗൺസിലിങ്ങിന് വന്നിട്ട് പേര് ഊരുമൊക്കെ ചില ആളുടെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇടവക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരുത്തിയുടെ കല്യാണം ഇങ്ങനെ നടക്കാതെ കുറേ വർഷങ്ങളായിട്ട്. പക്ഷേ അവളാളും ബ്യൂട്ടിഫുൾ ആൾ, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമുണ്ട്. പക്ഷെ കല്യാണം നടക്കണില്ല. കല്യാണം നടക്കാതെ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഉടമ്പടി തുടങ്ങി വരുന്നതേ ഉള്ളൂ, 2017 എന്തോ ആണ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കല്യാണം നടന്നത്. പിന്നെ അവരിവിടെ കണ്ടിട്ടില്ല, അവിടെ മുഖം കണ്ടിട്ടില്ല. ഇവിടെ ഒരു ദിവസം ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഞാൻ ഒരിക്കൽ ഇവരറിയാമല്ലോ, ഞാൻ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചിയുടെ മോളുടെ കല്യാണം വരുന്നത്. ഞാൻ ചേച്ചി കല്യാണമൊക്കെ നടന്നല്ലേ, എന്താണ് സാക്ഷിയൊക്കെ പറയാറുന്നതെന്ന് ചോദിച്ചു. പറയണം വെച്ചാന്ന് പറഞ്ഞ് അവർ ന്യൂട്രായിട്ട് എൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെട്ടതാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെന്താ കാര്യം കണ്ടു കഴിയുമ്പോൾ ഇവരുടെ യഥാർത്ഥ ഫേസാണ് പിന്നെ വരണത്. ഇപ്പം നിങ്ങൾ കാണിക്കണ ഫേസല്ലേ, ഇപ്പം ചുമ്മാ കള്ളത്തരമാണ് കാണിക്കണേ. നിങ്ങൾക്ക് കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം കാണും. പക്ഷെ ദൈവത്തിനത് നേരത്തെ അറിയാം. അതാണ് ഈ കുഴപ്പം വരണത്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടലാണ്. നിങ്ങൾ കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം വരും. എന്താണ്, അയ്യോ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാരറിയത്തില്ലയോ, ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കരുതെന്ന് അറിയത്തില്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ഇവർക്ക് കുറച്ചിലാണ്. ദൈവത്തെ അവരുടെ പ്രയാസമയത്ത് അവർ പട്ടാങ്ങി വീണ് ഇവിടെ കിടന്ന് ഇവിടെ മറപ്പ് നടക്കിയിരുന്നു. പക്ഷെ കാര്യം കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥ ഫേസ് വരും. പുറത്ത് വരുമ്പോൾ പറയും, ഇപ്പം നമ്മൾ അറിഞ്ഞ് ഞങ്ങളാണ്ട് നിങ്ങൾക്കറിയാവില്ലേ, ഈ പല കല്യാണത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇല്ലാത്തതൊക്കെയാണ് നിങ്ങളുടെ പറയണത്. പല ഇടവക്കാരുമൊക്കെ വന്ന് എൻ്റെ ഇടവകയിലൊക്കെ വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് എൻ്റെ അടുത്ത് കല്യാണത്തിന് വരുമ്പോൾ മകളുടെ കല്യാണമെന്നൊക്കെ പറഞ്ഞ് വരും. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ പഴയ ചിട്ട കൊണ്ടുവരാൻ പറയും. കാരണം നിങ്ങളവിടെ വെട്ടിപ്പായി നടത്തിയിട്ട് പഴയ ഇടവകയിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയാണോ? എനിക്കാണെങ്കിൽ നേരിട്ട് നോക്കി സംസാരിക്കേണ്ട പരിപാടിയാണ് ഉള്ളത്. നിങ്ങൾ പഴയ ഇടവക വല്ല വെട്ടിപ്പോ നടത്തിയിട്ട് നിങ്ങളിവിടെ വന്ന് ഇപ്പോൾ തൽക്കാലം താമസിച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് നിങ്ങൾ കല്യാണം നടത്തിയിട്ട് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പരിപാടി വല്ലതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇടവക എടുക്കേണ്ട പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയും.
കാര്യം അങ്ങനെ പോയി ഇടവെടക്കാൻ നമുക്ക് അനുവാദമില്ല. കോസ്റ്റി ഡോമിസൈൽ എന്ന് പറയും. ഇവർ വാടകക്കാരല്ലേ, തൽക്കാലം വന്ന് താൽക്കാലിക ആൾക്കാരാണ് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ താൽക്കാലിക ആൾക്കാർ കല്യാണത്തിന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ തരികടയാണെന്നുള്ളത് എല്ലാ വികാരിയച്ഛന്മാർക്കും അറിയാം. ഒരിക്കലും അച്ഛന്മാർ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളോടത് അവർക്ക് മാന്യന്മാരായതുകൊണ്ട് നിങ്ങളുടെ തട്ടിപ്പ് അവർ നിങ്ങളോട് പറയത്തില്ല. എനിക്കത്ര വലിയ മാന്യത ഇല്ലാത്തതുകൊണ്ട് ഞാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാണ് വിഷയം. പറയാൻ വിഷയമൊന്നുമില്ല. ഇത് കറക്റ്റായിരിക്കും കാര്യം. അത് പോട്ടെ, അത് വിഷയമല്ല. ഇത് നമ്മുടെ ഡബിൾ ഫേസ് ഉണ്ട് ആൾക്കാർക്ക്. ഡബിൾ ഫേസ്. ഈ ഡബിൾ ഫേസൊക്കെ നിങ്ങളിപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നമില്ല. ദൈവത്തിരുസന്നിധി ഡബിൾ ഫേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നല്ല പെൻഡിങ് വരും. പ്രൈവറ്റ് ലൈഫ് ഒരു രീതിയിൽ പോകും, ദൈവമായിട്ടുള്ള ജീവിതം ആ പ്രാർത്ഥനയും കാര്യമായിട്ട് മുന്നോട്ട് പോകും. ഇത് ടാലി ആകാത്ത കാരണം ഉടമ്പടി ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഉടമ്പടിയുടെ കുഴപ്പമല്ലത്, നിങ്ങൾ ഡബിൾ ഫേസ് കാണിച്ചിട്ടാണ്. നിങ്ങൾ ദൈവത്തിന് അറിയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നത്, ഞാൻ ഫിലാഡൽഫിയ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പാലക്കാരൻ ജോർജ് അച്ഛൻ്റെ പള്ളിയിലാണ് ധ്യാനിപ്പിക്കുന്നത്. അവിടെ ലാറ്റിലൊരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രം രൂപതയെന്ന്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്ത് നല്ല ധ്യാനമാണ് ഈ ഉടമ്പടി. ചിക്കാഗോയിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു നല്ല ധ്യാനമാണിത്. ഞങ്ങളുടെ അപ്പം ചിക്കാഗോയിൽ ഞാൻ ധ്യാനം നടത്തിയിട്ടാണ് ഫിലാഡൽഫിയയിൽ വന്നത്. ഫിലാഡൽഫിയയിൽ അച്ഛൻ വന്ന് സഹായിച്ച്. അപ്പം അച്ഛൻ പറഞ്ഞ് ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ രണ്ട് ധ്യാനം കഴിഞ്ഞപ്പോഴായിരുന്നു പറഞ്ഞ്, എന്തൊരു നല്ല തങ്കപ്പെട്ട ധ്യാനമായത്, എന്തൊരു അഭിഷേകമാണ് ആൾക്കാർക്ക്, എന്തൊരു മാറ്റമാണ്. പിന്നെ എൻ്റെ ഫോളോ അപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചത്, പുള്ളിക്കാരൻ പറയും, ഞാൻ ചിന്തിച്ചത്, ദൈവമേ 10 സായിപ്പന്മാരാണ് ധ്യാനം കൂടി വെച്ചെങ്കിൽ ഉടമ്പടി ലക്ഷണം മാറിപ്പോയേനോ എന്ന്. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ 10 സായിപ്പ്, അങ്ങനെ അച്ഛൻ പറഞ്ഞതാണ് എന്നോട്, ദൈവമേ 10 സായിപ്പന്മാരെ വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ, വെള്ളക്കാർ കൂടത്തില്ല, പക്ഷെ കൂടിപ്പോയാൽ പിന്നെ അതിൽ നിന്ന് മാറത്തില്ല അവർ. അതാ വിഷയം. അതാ അങ്ങനെ പറയണത്. 10 വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ ഇപ്പം വിവരം പറഞ്ഞേനോ. എന്താ കാര്യം? ഉടമ്പടി പെർഫെക്റ്റ് ഫോർമുലയാണ്. ഉടമ്പടി പക്ക ബിബ്ലിക്കലാണ്. ഉടമ്പടിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതാവിൻ്റെ മധ്യസ്ഥം കൗദാശിക ജീവിതവും സുവിശേഷ സാക്ഷ്യവും ഉപവിപ്രവർത്തനങ്ങളും നിത്യത വരെയുള്ള എല്ലാ ആഹാരങ്ങളും കോമ്പാക്റ്റാണിത്. അപ്പോൾ ഈ ഇത്രയും നല്ല ഒരു ദൈവികമായ പദ്ധതി ആണ് ഈ മലയാളികൾ കൂടുന്നത്. മലയാളികൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മലയാളി നമ്മളെ തന്നെ നിങ്ങൾ അഭിമാനത്തോടെ പറയണ്ട, നമ്മളൊരു പകുതി ഫ്രോഡ് പാർട്ടിയാണ്. പക്ക കള്ളത്തരം കയ്യിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് കാര്യം കാണുന്നവരെ തൽക്കാലമൊക്കെ ഒന്ന് പിടച്ചതിലേക്ക് അവിടെ നിൽക്കും. കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കൂട്ടാവും. കൃപാസനത്തിൽ പോണതല്ല, ദൈവത്തിൽ നിന്ന് ഈ ആൾക്കാർ പതുക്കെ പോകും. ദൈവത്തിൽ നിന്ന് അത് ഫ്രോഡാണ് ശരിക്കും. എന്താ കൂടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാപഠ്യം ഉള്ളത് കാരണം ഈ ആൾ കാല് കുത്തുമ്പോൾ തന്നെ ദൈവത്തിനറിയാം കാപഠ്യമാണ് കയ്യിലിരിക്കുന്നത്, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഇയാളെ പൊടി പോലും കാണത്തില്ലെന്ന്. അതുപോലെ തന്നെ ആ ചേടത്തിക്ക് സംഭവിച്ചു. ഞാൻ ചേടത്തിയെ കൈയോടെ പിടിച്ചതാണ്. ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ മകള് കെട്ടാതെ വീട്ടിൽ നിൽക്കരുന്ന് ഇല്ലേ, നിങ്ങളത് എളിമയോടെ അന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ നിങ്ങൾ നന്ദി പറയണം ദൈവത്തോട്. പറയാം അച്ഛാന്ന് പറഞ്ഞ് ഒരു പാളിപ്പോയി അവിടുന്ന്. അവർ പറഞ്ഞില്ല. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ പഴയതുപോലെ തന്നെ, പണ്ട് ഇവർ വന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ വന്നത് ആദ്യം കെട്ടാതെ നടന്ന കാലത്ത് ഇവർ വന്നത് അപ്പനും അമ്മയും ഈ മകളും പരിവാര സഹിതമാണ് നിലവിളിക്കാൻ വേണ്ടി വന്നത്. അവർ നിലവിട്ട് കാര്യം കണ്ടുപോയിട്ട് പിന്നെ സാക്ഷ്യം പറയാനോ ദൈവത്തോട് നന്ദി പറയാനോ ഇവർ വന്നില്ല. എന്നെക്കൊണ്ടും ദൈവം ഇവർ നേരത്തെ കാണിച്ച്, ഞാൻ നേരത്തെ ഇവരോട് നേരിട്ട് പറഞ്ഞിട്ട് പോലും അവരവിടുന്ന് കൂട്ടായി. അപ്പോൾ ഇവരുടെ പറ്റിപ്പാണെന്ന് ദൈവത്തിനും അറിയാം. പക്ഷേ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങൾ പറയാം, എന്താണ് ഓന്തോടിയ വെയിൽ വരെ അത്രേ ഓടാൻ പറ്റത്തുള്ളൂ. തൽക്കാലം കാര്യം കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ട് സ്കൂട്ടാകാമെന്ന് വിചാരിച്ചാൽ ഓടാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ ഇവർ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഫാമിലി മൊത്തമായിട്ട് കണ്ണീരും കൈയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ എന്ത് പറ്റി? ആ ചെറുക്കനെ കാണാനില്ലെന്ന്. ചെറുക്കനെ ഇന്നുവരെ കണ്ടിട്ടില്ല. അവൻ ഇവിടെ പോയെന്നറിയാൻ പാടില്ല.
ആരോ പറഞ്ഞ് അവൻ എവിടെയോ ഇറങ്ങിയിട്ട് ആരാണ്ടിൻ്റെ കൂടെ പോയെന്ന്. എനിക്ക് പോട്ടെ, ഇതാണ് വിഷയം. ഇതുപോലെ അതായത് ദൈവത്തിന് ഏറ്റു പറയാൻ ചില ആൾക്കാർക്ക് കുറച്ചില്ല. കാര്യം കാണാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർ നിലവിളിച്ച കന്നും കാലയൊക്കെ കരഞ്ഞു കൂവി അവർ കാര്യം കാണും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്തിനാണ് അവർ പറയണത്? അത് പോരായ്മയാണെന്നാണ് പറയണത്. അതാണ് ആ ബൈബിളിൽ ആ വാക്കുണ്ട്. ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയായിട്ട് കരുതുന്നു. ആ വചനം എടുത്ത് എപ്പോഴും നമ്മൾ പറയണ വചനമാണത്. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ജോസഫിനെ വിട്ടുകൊടുത്തല്ലത്, സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അതിന് ജാമ്യം കിട്ടത്തില്ല. ഇനി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നതാ. അധമ വികാരങ്ങൾക്ക് അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തെന്ന്. ഈ നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരാണ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ നടക്കുന്നത്. അവരവരുടെ ജഡികമായിട്ടുള്ള കുടുംബത്തിൻ്റെ നിലനിൽപ്പൊക്കെ നോക്കും. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്കത് കേടാണ് എന്ന് ആരെങ്കിലും ജഡിക സന്തതി ലോകസന്തതി പറഞ്ഞാൽ അവരെ പേടിച്ച്, ദൈവത്തെ പേടിക്കുന്നതിനേക്കാൾ അവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും കൂട്ടക്കാരെയും തറവാട്ടുകാരെയും പേടിക്കും. കാര്യം തറവാട്ടുകാർ പറയണത് അവർ ഏതോ ഒരു വലിയ പുള്ളികളാണ് പൂർവികർ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം രക്തത്തോട് രക്തം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മഹിമ പറഞ്ഞിട്ട് ഇവരെ ഒരു പരുവാക്കി. ചില കുടുംബം കണ്ടിട്ടില്ലേ, നിങ്ങളുണ്ടല്ലേ? പല കുടുംബങ്ങളും നോക്കിയാൽ മനസ്സിലാകും. തകർന്ന് തരിപ്പണമായി നാമാവിശേഷമായി ജീവിക്കാനും പൊറുക്കാനും ആരുമില്ലാതെ പട്ടിയും കയറി കിടക്കുന്ന കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ? ഇവരെല്ലാം ഭയങ്കര തറവാട്ട് മഹിമ തലമുറകൾ തോറും പറഞ്ഞു കയറ്റി ദൈവത്തെക്കാൾ വലിയ ആഠ്യത്വം പറഞ്ഞ് വിളമ്പിയ പാരമ്പര്യക്കാരാണ്. പല പാരമ്പര്യക്കാരും ഇങ്ങനെ നിലം പരിശായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ? അപ്പോഴെപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം ഇതാണ്: ദൈവത്തെ മറന്ന് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണ പോലെ ഒരു കാര്യവും നിങ്ങൾ കുടുംബമോ മഹിമയോ പാരമ്പര്യമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നിങ്ങളുടെ ഓഫീസിൽ എന്ത് വിചാരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും ക്ലബ്ബുകാരെന്ത് വിചാരിക്കും നിങ്ങളെ കുറച്ച് കാണിക്കുമോ നിങ്ങളെ കുറച്ച് എഴുതി തള്ളുവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളെ പലരും ദൈവത്തെ ഏറ്റുപറയാത്തത്. പക്ഷേ ചില ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തെ ഏറ്റുപറയണ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പുതിയ തലമുറയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ സഞ്ജു സാംസൺ ക്രിക്കറ്റിലെ, അതുപോലെ തന്നെ ശ്രീജ IFS, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിന് അവർ ദൈവത്തെ ഇങ്ങനെ ഏറ്റുപറയണ കേൾക്കാൻ എന്ത് രസമാണ്. അപ്പോൾ പുതിയ തലമുറ കുറച്ച് ബോധം വെച്ചിട്ട് അവർ കൃത്യമായി വിശ്വാസത്തിലേക്ക് വരിക മാത്രമല്ല വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. ഇപ്പോൾ ലോകോത്തരവുമായ ദേശീയ വിജയം കൈവരിക്കുമ്പോഴും അതിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രം പുതിയ തലമുറ നട്ടലുള്ള തലമുറയാണ് വരണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി ദേവനായ മഹത്വം ഇവരുടെ മുമ്പിൽ ഏറ്റുപറയാനുള്ള എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകില്ല ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ സഹോദരനെ കൊതിക്കേണ്ട ദൈവത്തോട് പറയേണ്ട, ദൈവമേ എൻ്റെ ഈ ചേറ്റിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക. എന്തിനാണ് രക്ഷപ്പെടുത്തുന്നത്? എനിക്ക് നിനക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അത് പറയണം, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ എന്താ ഈ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ, 2 ഷാലു സംഗീത് 2 പേര് ഒരു സാക്ഷ്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ഷാലു എന്ന് പറയുന്നത് വൈഫാണ്, അതുപോലെ സംഗീതം എന്ന് പറയുന്നതാണ് സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പോൾ ഇവർ നമ്മുടെ ഉടമ്പടി മാതാവ് തരണ ഒരു കാലം ഉണ്ടായിരുന്നു, അതേതാണ് 2014. ഉടമ്പടി വന്നില്ല. ഉടമ്പടിയുടെ പ്രാഥമികമായ പ്രത്യക്ഷിക പ്രാർത്ഥന കിട്ടിയത് 2014 അപ്പോൾ 2014 13 വന്ന ആൾക്കാരാണ് ഈ ഷാലുവും സംഗീതവും. അപ്പം അന്ന് അങ്ങേര് പോലീസാണ്, SI ആണോ എന്നറിയത്തില്ല, ഇന്നിപ്പോൾ സർക്കിളാണ് അങ്ങേര്, അന്ന് പോലീസാണ്. ഷാലു അദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പോൾ അവർ വന്നതിന് ശേഷം അവർ വന്നത് കാര്യം, അവർ 2012 മുതലൊക്കെ വരണമെന്ന് തോന്നണം, പക്ഷെ അവർക്ക് മക്കളില്ല. അപ്പം അന്നൊരു 2-3 കൊല്ലമായിരുന്നു മക്കളില്ല അവർക്ക്. അപ്പോൾ അവർ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മക്കളെ കിട്ടാൻ സാധ്യതയില്ല. വൈഫിന് പീരീഡ്സ് ഇറഗുലർ പീരീഡാണ്, അതുതന്നെയല്ല ഹസ്ബൻഡിന് മക്കളെ കിട്ടാൻ സാധ്യതയില്ല, കൗണ്ടിൻ്റെ പ്രോബ്ലം ഉള്ള കിട്ടാനേ സാധ്യതയില്ല. അപ്പോൾ അവരൊരു 2 കൊല്ലം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന്. ഉടമ്പടി ഇല്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ, ധ്യാനവും കൗൺസിലിങ്ങേ ഉള്ളൂ. ധ്യാനത്തിൽ കൂടും, അച്ഛനെ വന്ന് മെസ്സേജ് എടുപ്പിക്കും, അങ്ങനെയൊക്കെ പോകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച്. അപ്പോൾ കുഞ്ഞിന് കിട്ടാൻ സാധ്യതയില്ലെന്ന്, ഹസ്ബൻഡിന് കൗണ്ട് ഇല്ലാത്ത അങ്ങനെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് കുട്ടിയെ കിട്ടത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ 2 കൊല്ലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഞാനവരെ ഓർക്കുന്നുണ്ട്. കാര്യം ഓർക്കാൻ കാരണം, ഇവരുടെ എവിടെ അവർ പള്ളിയിൽ എന്നെ കാണാൻ വന്നപ്പോൾ രാത്രി ഞാൻ ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഓർമ്മയിലുണ്ട് അവർ. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ ഓരോ ഇടവകയിലൊക്കെ അന്ന് ധ്യാനിപ്പിച്ച് നടക്കും. ഞാനിപ്പോൾ ഇടവകയിലൊക്കെ ധ്യാനിപ്പിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ അവരുടെ എവിടെയോ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഇവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ രാത്രിയാണെങ്കിൽ ശരി ഇവരുടെ കൂടെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പോന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവരെന്നോടൊരു ദിവസം ചോദിച്ചു, ഞങ്ങളിനി കുട്ടികളെ കിട്ടത്തില്ലല്ലോ അച്ഛോ, അപ്പോൾ ഇനി ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിച്ചിട്ട് പറയാം. ആരോട്? ഈ വിഷയത്തിൽ ഈശോയ്ക്ക് തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് പിന്നെ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ചാർട്ടിങ് മെസ്സേജ് എടുത്ത്, കാര്യം 3 കൊല്ലമായിട്ട് നടക്കണമല്ലേ. അപ്പോൾ അവർക്ക് ഇനി ഒരു തീരുമാനം എടുത്ത് കൊടുക്കണം നമ്മൾ. ആ ഉടമ്പടി ഇപ്പോൾ അത് നിങ്ങൾ എന്നോട് സന്ദേശം ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ നോക്കണം എന്താണ്? ഉടമ്പടിയുടെ മച്യൂരിറ്റി നോക്കും. അല്ല നിങ്ങളിപ്പോൾ ഒന്ന് പുതുക്കിച്ച് വന്നിട്ട് സന്ദേശം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. കാര്യം എന്താണ്? നിങ്ങളിവിടെ ഉടമ്പടി വന്നതല്ലേ ഉള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ ഉടമ്പടി 1-2 പുതുക്കേണ്ടി വരും. 1-2 പുതുക്കി അത്രയും ധ്യാനങ്ങൾ പുതുക്കിയിട്ടും കാര്യമില്ല. അത്രയും കാലത്തെ ധ്യാനങ്ങൾ കൃത്യമായിട്ട് കൂടണം, അത്രയും കാലത്തെ വചനങ്ങൾ വായിക്കണം. ഇതൊന്നും ചെയ്യാതെ വചനവും വായിക്കത്തില്ല, ധ്യാനവും കൂടത്തില്ല, ഒന്ന് പുതുക്കിച്ച് സന്ദേശം ചോദിച്ചാൽ ഇവരോട് ദൈവം സംസാരിക്കത്തില്ല. അതെനിക്കറിയാവുന്ന കാരണം ഞാൻ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ 1-2-3 പുതുക്കണേ എന്തിനാണ്? നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉടമ്പടിയുടെ കമ്പൽസറി ആയിട്ടുള്ള സംഭവമാണ് ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ഈശോ സംസാരിക്കുന്നത്, അപ്ഡേഷൻസ് വരണത്. അതും പിന്നീട് നിങ്ങൾ ദിവസവും വായിക്കുന്ന ധ്യാനങ്ങൾ, വചനങ്ങൾ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ വേലകൾ, ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ദൈവമായിട്ട് നല്ലൊരു പരുവം വരും. ദൈവമാണെങ്കിൽ ലോക പിശുക്കാണ്, ഒരുമാതിരിപ്പെട്ട മനുഷ്യനോട് ഓപ്പൺ ചെയ്യത്തില്ല. അതാണ് വിഷയം. കർത്താവ് മിണ്ടിയില്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള സിറ്റുവേഷനാണ്, മിണ്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെറുതെ മെസ്സേജ് എടുക്കാൻ പറ്റത്തില്ല. ഇവർ 3 കൊല്ലമായപ്പോൾ എനിക്കൊരു ബാധ്യതയുണ്ട്, ദൈവത്തിനൊരു ബാധ്യതയുണ്ട്. എനിക്ക് മാത്രമല്ലല്ല ബാധ്യത.
3 കൊല്ലം കർത്താവെ എന്ന് വിളിച്ച് ഒരു കാര്യം നടക്കണ ദൈവത്തിനും ബാധ്യതയില്ലേ? അപ്പോൾ ഇവർ സത്യസന്ധമായിട്ട് വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കണം, ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോട്ടെ, ദത്തെടുക്കട്ടെ എന്നാണ് ചോദിക്കണത്. ദത്തെടുക്കണമെങ്കിൽ ഒരു പ്രായമുണ്ടല്ലോ. ഇവിടെ 2 പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് എന്താ 90 താഴെ എന്തൊക്കെ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആ പ്രായം കഴിഞ്ഞാൽ പിന്നീട് ദത്തെടുക്കാനും പറ്റത്തില്ല. ആസ്തികൾ കുറഞ്ഞാൽ ദത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ആസ്തികളുള്ള സമയത്ത് ദത്തെടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് ഗവൺമെൻറ് അനുവദിക്കും. അപ്പോൾ ഞങ്ങൾ ദത്തെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? ഈ വിഷയത്തിൽ കർത്താവ് സംസാരിക്കും. കാര്യം അതിൻ്റെ ന്യായവും നീതിയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് ചാർട്ടി മെസ്സേജ് ഇട്ടിട്ട് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അവരറിയാത്ത മെസ്സേജ് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അപ്പോൾ ഷാർപ്പായിരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അഡോപ്ഷൻ എടുക്കേണ്ടെന്ന് ഈശോ പറയണം. അഡോപ്ഷൻ എടുക്കരുത്, വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ, അഡോപ്ഷൻ എടുക്കരുത്, നിങ്ങളൊരു കാരണവശാലും ദത്തെടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വെയിറ്റ് ചെയ്യണം. അപ്പോഴേ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ചോദിക്കാം, എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കാം. അവർ വിശ്വാസികളായതുകൊണ്ട് അവരത് വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. അവർ വിഷയത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവത്തിനായതുകൊണ്ട് എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചില്ല. അപ്പം നമുക്ക് ഈ ആൾക്കാരുടെ വർത്തമാനങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് എല്ലാം സ്കാൻ ചെയ്ത് പോകുകയെ. അതുകൊണ്ട് അതെന്താ സംഭവിക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്ത് അരൂപിയാണ് ഇവർ നയിക്കപ്പെടുന്നത്, ഇവരുടെ അരൂപിയുടെ ലെവൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഈ അരൂപിയുടെ ലെവൽ മോശമാണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ആളെ ക്യാൻസൽ ചെയ്യും. കാര്യം ഇവരോട് നമുക്ക് സംസാരിച്ചിട്ട് കാര്യം ഒരു ജന്മം പാഴാകുമെന്നല്ല സംസാരിക്കുക. കാര്യം അവരുടെ അരൂപി മോശമാണ്. അതുകൊണ്ട് ഇവർ ചോദിക്കണത് എന്താണ്? എത്ര കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചില്ല. എന്താ കാര്യം? കർത്താവാണ് സംസാരിക്കണമെന്ന് അവർക്കറിയാം. കർത്താവാണെങ്കിൽ എത്ര കാലം വെയിറ്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അവർ കൊച്ചിനെയാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. കാര്യം ഈശോയുടെ ഒരു ഡിസേൺമെൻ്റ് എന്ന് പറയണത് എപ്പോഴും ഈശോ നോക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അത് ഉടമ്പടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു സത്യമാണ്. അതെപ്പോഴും നിങ്ങൾ കരുതണം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതായത് ഇപ്പം അച്ഛനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ഇത് ഡിസൈൻ ചെയ്ത് പോവുകയാണ്, സ്പോട്ടിൽ ഡിസൈൻ ചെയ്ത് പോവുകയാണ്. എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ഭയങ്കര സീരിയസ് വിഷയമാണത്. എല്ലാ കാര്യവും പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം അത് നിങ്ങൾ എന്ത് പറയുന്നെന്നല്ല, നിങ്ങൾ ആരാണെന്നുള്ളതാണ് ഇവിടെ റിസൾട്ട് എടുക്കണത്. നിങ്ങളെന്ത് പറയണ കാര്യമല്ല പ്രശ്നം. നിങ്ങൾ പറയുന്ന ആ പറച്ചിലൂടെ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് ദൈവം ഉടനെ നിങ്ങൾ കമ്മ്യൂണിക്കബിൾ, ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ആളാണോ, ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണോ എന്ന് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ പിടികിട്ടും. അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഇത് ഈ വചനം ഒന്ന് ടിപ്പണിയിലേ ഉള്ളു, നേരിട്ട് ബൈബിളിലില്ല. അതിൻ്റെ നോട്ടിലാണ് ഉള്ളത്. ഇത് എന്താ പറയണത്? ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് ഭയങ്കര അപകടമാണിത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു അപകടം ഇവിടെയാണ്. ഈ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും അത് തുടങ്ങുമ്പോൾ തന്നെ ഫേക്കായിട്ട് ബ്രാൻഡഡ് ആവും. എന്താ കാര്യം? മോശം അരൂപിയിൽ നിന്ന് ആ പ്രാർത്ഥന വരണത്. അത് എപ്പോഴും നിങ്ങളിത് നാട്ടുകാരോടും ഈ മാവേലി സ്റ്റോറിലും ത്രിവേണി സ്റ്റോറിലൊക്കെ പോയിട്ട് വായി തന്നുന്ന കാശുണ്ടെങ്കിൽ കാണാതെല്ലാം മേടിക്കണമല്ല ഈ പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാ പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് അടിച്ച് കർത്താവിലേക്ക് വരും. അതാ വിഷയം. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല പ്രശ്നം, ഈ പ്രാർത്ഥിക്കുന്ന ആൾ ആരാണെന്നാണ് നോക്കണം ബൈബിള്. ഇത് ഭയങ്കര സീരിയസാണ്. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല വിഷയം,
പ്രാർത്ഥിക്കുന്ന ആളാരാണെന്നാണ് ആദ്യമേ സ്കാൻ ചെയ്യണത്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആത്മാക്കളുണ്ട് സ്റ്റേജ്. കാര്യം ഇപ്പോൾ ദുഷ്ടാരൂപി ഒന്നുണ്ട്, ദുഷ്ടാരൂപി, അതിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത് ഉടമ്പടി എടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ കടലാസ് പോകുന്നില്ല, അത് എന്താ പ്രയോജനം? കയ്യിരിക്കണം മൊത്തം ദുഷ്ടത്തരമായിരിക്കും. ദുഷ്ടത എന്താ വിഷയത്തിൽ ചില കർത്താവ് ആൾക്കാരെ ശിഷ്യന്മാരെ സുവിശേഷകരൊക്കെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്? ഇതാ ഞാൻ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തരുന്നു. അപ്പം സർപ്പങ്ങളുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. സർപ്പത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണം. എന്താണ് കാര്യം? സർപ്പം വാ പൊളിച്ചാൽ ഒന്നെങ്കിൽ കൊത്തിയിരിക്കും, അല്ലെങ്കിൽ വിഴുങ്ങിയിരിക്കും. രണ്ടേ നടക്കത്തുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. ഒന്നെങ്കിൽ മറ്റുള്ളവനെ പറ്റിച്ചിരിക്കും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചിരിക്കും. എത്ര ഉടമ്പടി എടുത്ത് ഏത് സാക്ഷ്യം പറഞ്ഞാലും കയ്യിരിപ്പ് ദുഷ്ടത്തരമാണെന്നുണ്ടെങ്കിൽ ആ അരുവി ദുഷ്ടാത്മാവാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, ദുഷ്ടാരൂപിയാണോ നിങ്ങളെ നയിക്കണത്? ദുഷ്ടാരൂപിയാണ് നയിക്കണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദുഷ്ടാരൂപിയുടെ പ്രവർത്തന രീതികൾ എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? അതാണ് വിഷയം. ഒന്ന് പറഞ്ഞേ. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം കള്ളൻ എന്ന് പറയുമ്പോൾ ഈ കള്ളനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ജോസപ്പച്ചനെയും പണിയാവും, കൃപാസത്തിനും പണിയാവും. എന്താണ്? കള്ളനാണ് ഉടമ്പടി കള്ളിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരുടെ പരിപാടി എന്താണ്? കൊള്ളുക, നശിപ്പിക്കുകയാണ് അവരുടെ പരിപാടി. ഇപ്പം മകൾ വന്ന് പറഞ്ഞ, അമ്മ അവിടെ ഭയങ്കര ഞെരുക്കമാണമ്മ, എനിക്കൊരു വിലയുമില്ലമ്മ. അവിടെ അമ്മ പറയും, അവനിങ്ങോട്ട് വരട്ടെ. എന്തിനാണെന്നറിയാവോ? അപ്പം അമ്മയുടെ കയ്യിൽ ദുഷ്ടത്തരമുണ്ട്. എന്താണ്? ഈ ഇവള് പറഞ്ഞിങ്ങനെ ഇവളൊരു പാഴ്ജന്മമാണ്, വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല, ഇങ്ങനെ എന്നാ പഠിക്കത്തുമില്ല. ഇന്നല്ല ഈ അമ്മയുമായിട്ട് ഭയങ്കര ഗുസ്തിയായിരുന്നു കല്യാണം കഴിക്കണവരെ. ഈ സാധനത്തിനാണ് പാക്ക് ചെയ്ത് വേറെ കുടുംബത്തിൽ ബോംബ് വെച്ചിരിക്കണ പോലെ ബെമ്പിച്ചിരിക്കണത്, മിസൈൽ വിട്ടിരിക്കണ പോലെ വിട്ടിരിക്കണത്. ഈ സാധനത്തിന് ഒരു മിസൈലാണ് അവിടെ പോയി പൊട്ടിയിരിക്കണേ. അവിടെ പലരുടെയും മോന്തയില്ല ആ സാധനം. അപ്പം ഇവിടെ വന്നപ്പോൾ അമ്മ ഉടനെ ഇവളുടെ ഇത്രയും നാൾ അമ്മയുമായിട്ട് ഇടിയായിരുന്നു കെട്ടണവരെ. കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പണിയായി കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മ ന്യൂട്രലായിട്ട് അവൻകിടെ വരട്ടതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ എന്താ ചെയ്യണത്? അവൻ്റെ ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവും കളക്ട് ചെയ്യും. എന്നിട്ട് നിരന്തരം ഇവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് പറ്റിയ അബദ്ധമാണ്. ഇപ്പോൾ ചെറുക്കൻ അപ്പനെ കാണാൻ പറയും, എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിച്ചതാണ്, അതിനിപ്പോൾ എന്ത് പറ്റിയിടി? ഓ, നമ്മുടെ മകളുടെ ജീവിതം തീർന്ന്. എവിടെ തീർന്ന്? ഇവളാണ് അവിടെ പോയി തീർത്തിരിക്കണത്. അപ്പം അപ്പനും പ്രശ്നമായി. അപ്പം എന്ത് പറ്റി? അതായത് വളരെ സൂചിക്കെടുക്കാവുന്നൊരു വിഷയമാണ്. അത് അമ്മ തൂമ്പാക്കെടുക്കുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. ആരെ നശിപ്പിക്കണം? ആ കുടുംബത്തെ. കള്ളിയാണ്. ഈ കള്ളി വന്ന് ഉടമ്പടി എടുക്കാൻ പാടില്ല. അതാണ് വിഷയം. കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ആ കുടുംബം നശിപ്പിക്കാൻ വന്നിരിക്കണേ. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ മോശക്കരങ്ങളും നിങ്ങൾ ഇല്ലാത്തതൊക്കെ എല്ലാ അയൽവാസികളോടും നാത്തുവിനോടും അവരോടും ഇവരോടും അവരുടെ അകന്ന ബന്ധുക്കളൊക്കെ ഫോൺ കളക്ട് ചെയ്ത് വിളിച്ചുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ഓരോ കാര്യം ആ വീട്ടിൽ നടക്കണതെല്ലാം നിങ്ങൾ മൊബൈലെടുത്ത് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് അവരുടെ ബന്ധുക്കൾക്ക് അവസാനം പേർക്ക് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുവന്ന് കൊല്ലുകയാണ് അവിടെ ബന്ധുക്കൾ. അപ്പോൾ ഇവർ മനസ്സറിഞ്ഞ് കാണത്തില്ല. അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ചെറുക്കൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ചെറുക്കൻ്റെ ബന്ധുക്കൾ വന്ന് അവരുടെ വീട്ടിൽ ചോദിക്കണേ, എന്തൊക്കെയാണ് കേൾക്കണത്? എപ്പോഴും കഷ്ടമാണ്. നിങ്ങൾ ആ കുഞ്ഞിനെ ഇവിടെ നിർത്തത്തില്ലേ? നിങ്ങൾ അപ്പോഴെന്താണ് വിഷയം വന്നപ്പോഴെന്ത് പറ്റി? ഈ ചെറുക്കൻ്റെ വീട്ടുകാരൻ നിർത്താത്തത് കൊണ്ടാണ് അവളവിടെ പോയി നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതെല്ലാം സംഭവം. അമ്മ അവളുടെ ശമ്പളത്തിൽ കണ്ണ് വെച്ചിട്ട് അവളെ കൊണ്ട് വീട്ടിൽ നിർത്തിയിട്ട് വേല എടുപ്പിച്ച് തിന്നുകയാണ്. അതാണ് വിഷയം. അപ്പോൾ അതിന് നേരെ മറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാശും പോയി, കല്യാണവും പോയി, കുടുംബവും പോയി, പിന്നെ എന്ത് പറ്റി? ചീത്തപ്പേരുമായി. ഒരു സാധനത്തെ കെട്ടിയപ്പോൾ ഉണ്ടായ കുഴപ്പമാണ് ഇതാരുണ്ടാക്കിയതാണ്? ഈ പെണ്ണിനെ തള്ള ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇതാണ് നശിപ്പിക്കുകയെന്ന് പറയുന്നത്. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇതാര് കള്ളിയാണ്? ഇവിടെ കുഴപ്പമെടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കൃപാസത്തിനും പണിയാകും, ജോസപ്പച്ചനും പണിയാകും. എന്താ കാര്യം?
ഈ സാരത്തിൻ്റെ കാര്യം നടക്കത്തില്ല. കർത്താവ് ആളെ നോക്കി, നിങ്ങളെ വിഷയമല്ല നോക്കണത്, ആളെ നോക്കും. ആരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് നോക്കും, ആൾ പറ്റിപ്പാടാൻ നോക്കും. അതുകൊണ്ട് ഉടമ്പടിക്ക് മുമ്പേ ആദ്യം പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? അനുതപിക്കുക. അതാ വിഷയം. ഉടമ്പടി തന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. അത് ബാക്കിയുള്ളത് അണ്ടർസ്റ്റുഡ് അല്ലേ? അനുതപിച്ചില്ലെങ്കിൽ ശാപം കിട്ടുമെന്നാണ് ഈ പറയണത്. അത് പറയത്തില്ല, വന്ന് മേടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അനുതപിച്ചാൽ ഒന്ന് പറഞ്ഞേ, അനുതപിച്ചാൽ. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. അപ്പൊ പല ആൾക്കാരും ധിക്കാരത്തിലല്ലേ? ഉടമ്പടി 3 പുതുക്കിയിട്ടും അവരുടെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാവും. അവർക്ക് മിണ്ടാതിരിക്കുന്ന ശത്രുക്കൾ ഇപ്പോഴും ഇല്ലേ? അവർ പാരയെ സൂചിയും വെക്കുന്ന എന്തുമാത്രം ആൾക്കാരാണുള്ളത്. അവർ 3 പുതുക്കിയും 4 പുതുക്കിയിട്ടും അനുതപിക്കാതെ ധിക്കാരം തുടരുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? അനുതപിച്ചൊരു ഐശ്വര്യം പ്രാപിക്കും, അനുതപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഉറപ്പല്ലേ ശാപം കിട്ടുമെന്നുള്ള കാര്യം. ഉടമ്പടി എടുത്ത് ശാപം മേടിക്കുകയാണ് സംഭവം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. അനുതാപം എന്ന് പറയുന്നത് ഒരു അവസരമാണ്, പ്രത്യേകിച്ച് നോൻപ് കാലം. ഈ അവസരത്തിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ആക്രാന്തം മൂത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള പരിവേഷം കാണിക്കാതെ, മറിച്ച് ദൈവത്തിൻ്റെ അരുവി പ്രവർത്തിക്കുന്ന, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, യേശുവേ ആരാധന. ദൈവപിതാവേ നന്ദി. ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. മാറിപ്പോകും, അമ്മയോടൊപ്പം ആരാധിക്കുന്നു.